നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിൻ്റെ തുടർച്ചയായി നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സമ്മർദ്ദങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആഭ്യന്തര സമ്മർദ്ദമുണ്ട്, സമുദായ സമ്മർദ്ദമുണ്ട്, മുന്നണിയിലെ സമ്മർദ്ദമുണ്ട്. ഈ മൂന്ന് സമ്മർദ്ദങ്ങളുടെ തുടർച്ചയായി ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ മൂന്നാമത്തെ ലോക്സഭാ സീറ്റ് എന്ന ആവശ്യവും അതല്ലെങ്കിൽ രണ്ടാമത്തെ രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യവും ന്യായമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്താണ് രാഷ്ട്രീയ സാഹചര്യം? ആ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാവുന്നതുപോലെ ലീഗിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഏറ്റവും കൂടുതൽ എം പിമാരെ പാർലമെൻറ്റിലേക്ക് എത്തിച്ചത് അഞ്ചാമത്തെ ലോക്സഭയിലാണ്. അത് 1971 മുതൽ 77 വരെയുള്ള അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ്. 4 എം പിമാർ, അതിൽ 2 പേർ കേരളത്തിന് പുറത്തുനിന്നായിരുന്നു. ഒന്ന് മൂർഷിദാബാദിൽ നിന്ന്, മറ്റൊന്ന് പെരിയാങ്കുളത്ത് നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്. ഇന്നും ലീഗിന് തമിഴ്നാട്ടിൽ നിന്ന് ഒരു എം പി ഉണ്ട്. അത് രാമനാഥപുരത്തു നിന്നാണ്, നവാസ് ഖാനി. അപ്പോൾ 2 പേർ കേരളത്തിൽ നിന്നും ഒരാൾ തമിഴ്നാട്ടിൽ നിന്നും അടക്കം 3 എം പിമാരാണ് ലീഗിന് പാർലമെൻറ്റിലുള്ളത്, ലോക്സഭയിലുള്ളത്. നിർഭാഗ്യവശാൽ ഇന്ത്യൻ ജനതയുടെ 20% വരുന്ന ഒരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സാമുദായിക രാഷ്ട്രീയ പാർട്ടിക്ക് 543 അംഗങ്ങളിൽ വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് ലീഗിനാകെയുള്ളത് 3 അംഗങ്ങൾ മാത്രമാണ്. 1970-നേക്കാൾ കൂടുതൽ കലുഷിതമായൊരു രാഷ്ട്രീയ സാഹചര്യമാണ് 2024. അവിടെ അയോധ്യ അടക്കമുള്ള വിഷയങ്ങൾ, പൗരത്വ വിഷയമടക്കമുള്ള വിഷയങ്ങൾ, ഒപ്പം തന്നെ മുത്തലാഖ് അടക്കമുള്ള വിഷയങ്ങൾ, യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പാർലമെൻറ്റിലും ഒക്കെ ചർച്ചയാവുന്ന ഘട്ടത്തിൽ ആ സമുദായത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു സമുദായ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലീഗിന് ലോക്സഭയിൽ മികച്ച അംഗബലമുണ്ടാകേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ സെപ്പറേറ്റ് ഇലക്ട്രേറ്റിനെ കുറിച്ചുള്ള പഴയകാല ചർച്ചകളുണ്ടല്ലോ, അംബേദ്കറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ. ആനുപാതിക പ്രാതിനിധ്യം ഓരോ സമുദായത്തിനും രാഷ്ട്രീയ തീരുമാനമെടുക്കുന്ന വേദികളിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ സമുദായം ജനാധിപത്യത്തിൽ വിളക്കിച്ചേർക്കപ്പെടുകയുള്ളൂ. നിങ്ങൾ കോൺഗ്രസ് ലീഗിൻ്റെയോ മുസ്ലിം സമുദായത്തിൻ്റെയോ സ്വരമായി തീരുമെന്നുള്ള പ്രതീക്ഷിക്കാം. പക്ഷേ രാഹുൽ ഗാന്ധിയെ ഉത്തർപ്രദേശിൽ ശ്രീകൃഷ്ണനായിട്ട് വേഷം കെട്ടിക്കുന്ന കോൺഗ്രസിൽ നിന്ന് അത്തരമൊരു മതേതര സമീപനം ലീഗിനോ മുസ്ലിം സമുദായത്തിനോ പ്രതീക്ഷിക്കുക വയ്യ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് മണ്ഡലത്തിൽ, വയനാട് മണ്ഡലത്തിൽ 45% വരുന്ന മുസ്ലിം സമുദായമുണ്ട് എന്നിരിക്കെ, അതിൽ ക്രിസ്ത്യൻ സമുദായം നേരത്തെ പറഞ്ഞതുപോലെ 13% താഴെ മാത്രമാണ് എന്നിരിക്കെ, അതിനെ മറികടക്കാൻ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും സുരക്ഷിതമായൊരു കോട്ടയായി വയനാടിന് കഴിയുമെന്നിരിക്കെ രാഹുൽ ഗാന്ധി വരാത്ത സാഹചര്യത്തിൽ വയനാടിനോടുള്ള അവരുടെ ക്ലെയിം ലെജിറ്റിമേറ്റ് ആണ് എന്നതാണ് എൻ്റെ പക്ഷം. കാരണം അതിതുവരെ വയനാട് സീറ്റ് ആ അർത്ഥത്തിൽ ലീഗിന് വിട്ടുകൊടുത്തിട്ടില്ല. ഒരു തവണ മാത്രം കാസർഗോഡ് ലീഗിനെ പരീക്ഷിച്ചിട്ടുണ്ട്, നെല്ലിക്കുന്നിനെ 98. അതിനും അപ്പുറത്തേക്ക് മഞ്ചേരിക്കും പണ്ട് കാലത്താണെങ്കിൽ മഞ്ചേരിയായിരുന്നു, പിന്നീട് കോഴിക്കോടുണ്ട്. മഞ്ചേരി, കോഴിക്കോട്, പൊന്നാനി, ഇപ്പോൾ ആ മഞ്ചേരി മാറിയ മലപ്പുറം. ഇതല്ലാതെ മറ്റൊരിടത്തും ലീഗിനെ പരീക്ഷിച്ചിട്ടില്ല. അവിടെ വയനാട് എന്ന് പറയുന്നത് അവർ കണ്ടെത്തുന്നൊരു മേഖലയാണ്. അവിടെ അവർക്ക് സ്വാധീനമുണ്ട്, നിർണായകമായ വയനാട് രാഹുൽ ഗാന്ധി ജയിപ്പിക്കുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ ഈ ക്ലെയിമിനൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. സമ്മർദ്ദം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ലീഗിൻ്റെ മൂന്നാമത്തെ സീറ്റിലുണ്ട് എന്നതാണ് എൻ്റെ പക്ഷം. ഇനി സാധ്യത ഏതൊക്കെയാണെന്ന് നോക്കൂ. 3 സീറ്റുകളാണ് സാധ്യത. അതിലൊന്ന് വയനാട്. വയനാട്ടിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്നത് MM ഹസനോ അതല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാനോ എത്തുമെന്നാണ്. എന്തിനാണ്? ലീഗിൻ്റെ ക്ലെയിമിനെ കൗണ്ടർ ചെയ്യാൻ. ഷാനിമോൾ ഉസ്മാനോ MM ഹസനോ വയനാട് വരുന്നതിനെ ലീഗ് അല്പം പോലും അംഗീകരിക്കുന്നില്ല, 1% പോലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 25-ാം തീയതി നടക്കുന്ന ചർച്ച വളരെ നിർണായകമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രാഹുൽ ഗാന്ധി ഏകദേശം മണ്ഡലത്തിൽ വരേണ്ടതില്ല എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നും അറിയുന്നു. കാരണം ഈ ചർച്ച നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കാത്ത പക്ഷം MM ഹസനോ ഷാനിമോൾ ഉസ്മാനോ വയനാട് മത്സരിക്കുകയാണെങ്കിൽ അതിൽ ഇനി എന്ത് തീരുമാനമെടുക്കണം എന്നത് 25-ാം തീയതിയാണ് തീരുമാനിക്കുക. പക്ഷേ അപ്പോഴും നേതാക്കൾ സ്വപ്നം കാണുന്നു, അവർ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ്. നമ്മളടക്കം ലീഗ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ക്ലെയിം കോൺഗ്രസിന് മുന്നിൽ വെച്ചിട്ടേ ഇല്ല രാജ്യസഭ എന്നുള്ളത്. അവർക്ക് രാജ്യസഭാ സീറ്റ് അല്ല ബോധറേഷൻ, ലോക്സഭാ സീറ്റാണ്. രാജ്യസഭാ സീറ്റ് കിട്ടിയിട്ട് എന്ത് കാര്യം? വലിയ കാര്യമൊന്നുമില്ല. കാര്യം പലതും മണി ബില്ല് വഴിയാണ് കടന്നു വരുന്നത്. അവിടെ ചർച്ചയൊന്നും ചെയ്യാൻ കഴിയില്ല രാജ്യസഭയിൽ. അതുകൊണ്ട് അവിടെ മാത്രവുമല്ല 27 വരെ PV അബ്ദുൽ വഹാബ് ഉണ്ട് താനും. അപ്പോൾ രണ്ടാമത്തെ ഒരു രാജ്യസഭാ സീറ്റിനേക്കാൾ അപ്പുറം മൂന്നാമത്തെ ലോക്സഭാ സീറ്റാണ് നേരത്തെ പറഞ്ഞ സമ്മർദ്ദങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുയോജ്യമായത് എന്ന് ലീഗ് കണക്കാക്കുന്നു. അപ്പോൾ വയനാടാണ് ഒരു സാധ്യത. വയനാടില്ലെങ്കിലോ കോഴിക്കോടാണ് സാധ്യത. കോഴിക്കോട് പക്ഷേ രാഘവൻ നിൽക്കുന്നു. രാഘവനെ മറികടന്നുകൊണ്ട് ലീഗ് ആ സീറ്റ് കിട്ടിയ സാധ്യമല്ല. മൂന്നാമത്തേത് വടകരയായിരുന്നു. വടകരയിൽ 3 മണ്ഡലങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത് 8% ലീഗിൻ്റെ വോട്ട് നിർണായകമാണ്. വടകര, നാദാപുരം, കുറ്റ്യാടി,
പേരാമ്പ്ര. ഈ 3 മണ്ഡലങ്ങളിലും ലീഗ് വളരെ നിർണായക ശക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ലീഗ് അത് വിട്ടു. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. അവിടെ മറ്റു കൊയിലാണ്ടി. അപ്പോൾ ഈ ബാക്കിയുള്ള 4 മണ്ഡലങ്ങളിലും ഹിന്ദു വോട്ടുകൾ വളരെ ക്രോഡീകരിക്കും എന്നുള്ളത് കൊണ്ട് ലീഗ് ആ ക്ലെയിം ഇപ്പോൾ വയ്ക്കുന്നില്ല. പക്ഷേ 2 ക്ലെയിം സജീവമാണ്. ഒന്ന് വയനാട്, മറ്റൊന്ന് കോഴിക്കോട്. ഇനി അതല്ലെങ്കിൽ ഒരെണ്ണം ഉണ്ട്, അത് കോൺഗ്രസിൻ്റെ മനസ്സിലുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ആലപ്പുഴ നൽകി ഇതിലൊരു ഒത്തുതീർപ്പിലേക്ക് പോകാം. കാര്യം നേരത്തെ PMA സലാം ഈ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ ഒരു വാർഷിക സമ്മേളനത്തിൽ പ്രസംഗിക്കവേ ആലപ്പുഴയിലെ സീറ്റും ചിലപ്പോൾ തങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചന നൽകിയതിലൊരു ക്ലൂ കോൺഗ്രസിന് അവിടെയുണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി മത്സരിക്കാത്ത പക്ഷം, ലീഗിന് വിട്ടുകൊടുക്കാത്ത പക്ഷം തീർച്ചയായും രാജ്യസഭാ സീറ്റ് കൊടുക്കേണ്ടി വരുന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അത്രമേൽ കടുത്ത പ്രതിഷേധമാണ്. പക്ഷേ UDF ബഹിഷ്കരിച്ച് വിട്ടുപോവുക, ഒറ്റയ്ക്ക് മത്സരിക്കുക, അതുണ്ടാവില്ല എന്ന് തന്നെ ഞാൻ കണക്കാക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഭാഗമായി തന്നെ ലീഗ് മത്സരിക്കും. പക്ഷേ ലീഗ് തങ്ങളുടെ ക്ലെയിം ശക്തമായി തന്നെ അവതരിപ്പിക്കും. അവസാന നിമിഷം വരെയും സമ്മർദ്ദം ചെലുത്തും എന്നാണ് എൻ്റെ പക്ഷം. Meet the editors.